നമസ്കാരം. IPLന്റെ 18ാം സീസണിലെ പോരാട്ടങ്ങൾ ഇപ്പോൾ ആവേശകരമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ആവേശകരമായി മുന്നോട്ട് പോകുമ്പോഴും 6ാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ മത്സര ചട്ടങ്ങളൊക്കെ തന്നെയും. ചില വമ്പൻ ടീമുകൾക്ക് വലിയ തിരിച്ചടി ഈ വർഷം നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞേ മതിയാകൂ. ആരൊക്കെ പറ്റിയാണ് പറയുന്നതെന്നും എല്ലാവർക്കും അറിയാം. രണ്ട് ടീമുകളാണ് പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഒന്ന് മുംബൈ ഇന്ത്യൻസും ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സും. ഇവർ രണ്ടുപേരും ഈ സീസണിൽ തന്നെ ഈ ടേബിളിൽ ഏറ്റവും താഴെയാണ്. കളികളെല്ലാം തോറ്റു മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരെന്ന് പറഞ്ഞേ മതിയാകൂ. ഈ സീസണിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും പലരും എഴുതിത്തള്ളിയ ചില ടീമുകൾക്ക് സർപ്രൈസ് കുതിപ്പും ഞെട്ടിക്കുന്നതാണെന്ന് പറയണം. പോയിന്റ് പട്ടികയിൽ നിലവിൽ ആദ്യത്തെ 4 സ്ഥാനങ്ങളിലുള്ള ടീമുകൾ ഗുജറാത്ത് ടൈറ്റൻസ്, ഡൽഹി ക്യാപിറ്റൽസ്, നിലവിലെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്നിവരാണ്. ഇവരിൽ KKRനൊഴികെ മറ്റൊരു ടീമിനെയും ക്രിക്കറ്റ് പ്രേമികൾ ടോപ്പ് 4ൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്നുള്ള കാര്യം വളരെയധികം ഉറപ്പാണ്. ഇവരൊന്നും ടേബിൾ ടോപ്പിൽ എത്തില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ടേബിൾ ടോപ്പിലെത്തുമെന്ന് പറഞ്ഞ 2 ടീമുകളെ കാണാൻ പോലും ഇല്ല എന്ന് പറയണം. ഈ സീസണിൽ വിവിധ ഫ്രാഞ്ചൈസികൾക്ക് മിന്നുന്ന പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില താരങ്ങൾക്ക് ടൂർണമെന്റിന് ശേഷം ഇന്ത്യൻ T20 ടീമിലേക്ക് വെളിയെത്തിയേക്കും എന്ന് പറയുന്നു. ആരൊക്കെയാണ് ഈ കളിക്കാരെ എന്ന് നോക്കേണ്ട കാര്യമാണ്. IPLന്റെ ഈ സീസണിൽ തന്നെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ വിലയിരുത്തുമ്പോൾ പ്രധാനമായും 6 താരങ്ങൾക്കായിരിക്കും ഇന്ത്യൻ T20 ടീമിലേക്ക് വെളിയെത്തുക. നേരത്തെ ടീമിന്റെ ഭാഗമായിരുന്ന 2 സൂപ്പർ താരങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ഡൽഹി ക്യാപിറ്റൽസ് വിക്കറ്റ് കീപ്പർ KL രാഹുലുമാണിത്. രണ്ടുപേരും പുതിയ ഫ്രാഞ്ചൈസികൾക്കൊപ്പം തന്നെ തകർപ്പൻ ഫോമിലാണ്. നേരത്തെ T20 ടീമിന്റെ ഭാഗമായതിനു ശേഷം ബാറ്റിംഗിലെ മെല്ലെപ്പോക്ക് കാരണം സ്ഥാനം നഷ്ടമായവരാണ് ഇരുവരും. എന്നാൽ തങ്ങളെ എഴുതിത്തള്ളരുതെന്നും അഗ്രസീവായി ബാറ്റ് ചെയ്ത് അതിവേഗം റൺസ് അടിച്ചെടുക്കാനുള്ള ശേഷി ഇപ്പോഴുണ്ടെന്നും IPL ശ്രേയസ് രാഹുലെയും തെളിയിച്ചിട്ടുണ്ട്. പഞ്ചാബിന് വേണ്ടി 1 ഡൗൺ ആയി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രേയസ് ഇപ്പോൾ മാരക ഫോമിലാണ്. പഴയ ഷോർട്ട് ബോൾ വീക്ക്നെസ് പൂർണ്ണമായി പരിഹരിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പോൾ എത്തിയ ഇത്തരത്തിലുള്ള ബോളുകൾ സിക്സർ അടിച്ചാണ് ആഘോഷിക്കുന്നത്. ടൂർണമെന്റിലെ റൺ വേട്ടക്കാരിൽ ശ്രേയസ് ഇപ്പോൾ 11ാം സ്ഥാനത്തുമുണ്ട്. 4 കളിയിൽ നിന്നും 84 ശരാശരിയിൽ 200 സ്ട്രൈക്ക് റേറ്റോടെ 168 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. 2 50+ സ്കോറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉയർന്ന സ്കോർ പുറത്താവാതെ നേടിയ 97 റൺസുമാണ്. DCക്ക് വേണ്ടി വ്യത്യസ്ത ബാറ്റിംഗ് പൊസിഷനുകളിൽ കളിക്കാൻ ഇറങ്ങിയ ശേഷം കസറുകയാണ് രാഹുൽ. 3 മത്സരങ്ങളിലായി തന്നെ ഇതിനകം കളിച്ച അദ്ദേഹം 92.5 ശരാശരിയിൽ 169.72 സ്ട്രൈക്ക് റേറ്റിൽ 185 റൺസ് എടുത്തിട്ടുണ്ട്. കളിച്ച 3 ഇന്നിംഗ്സുകളിലും രണ്ടിനും രാഹുൽ 50+ സ്കോറുകൾ കുറിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ ഈ സീസണിൽ നയിക്കാൻ അവസരം ലഭിച്ച ഉജ്ജ്വല ഫോമിലാണ് രജത് പാട്ടിദാർ. നേരത്തെ ഇന്ത്യക്ക് വേണ്ടി ഏകദിനവും ടെസ്റ്റും കളിച്ചിട്ടുണ്ടെങ്കിലും T20യിലേക്ക് ഇതുവരെ വിളിയെത്തിയിട്ടില്ല. എന്നാൽ ഈ വർഷവും അത് സംഭവിക്കാനിടയുണ്ടെന്നും RCBക്ക് വേണ്ടി 5 മത്സരങ്ങളിൽ പാട്ടിദാർ ഇതിനകം കളിച്ചിട്ടുണ്ടെന്നും പറയുന്നു. 37.2 ശരാശരിയിൽ 161.73 സ്ട്രൈക്ക് റേറ്റിൽ 186 റൺസ് അദ്ദേഹം നേടുകയും ടീമിനൊപ്പം നേരത്തെ ലഭിച്ച അവസരങ്ങൾ മുതലെടുക്കാനായെങ്കിലും മുതലാക്കാനാവില്ലെങ്കിലും 2ാം വരവിൽ പാട്ടിദാറിന് ഇത് സാധിച്ചേക്കുമെന്ന് പറയുന്നു.